കോൺഗ്രസ് കൊല്ലാനല്ല വളർത്താൻ തന്നെയാണ് തീരുമാനമെന്ന് തോന്നുന്നു. അല്ലായിരുന്നുവെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ വിപ്പ് ലംഘിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാരെ കയ്യാലപ്പുറത്ത് ഇരുത്തില്ലായിരുന്നു. അവർക്കിനി എന്ത് വിപ്പ്, അവർക്കിനി എന്തുമാകാം. ഒട്ടകത്തിന് തലചായ്ക്കാൻ ഇടം കൊടുത്തതുപോലെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ഇഷ്ടദാനം കൊടുത്തു. എന്നുവെച്ചാൽ UDF അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല, പകരം അവരെ പിന്തുണച്ചു. അന്ധമായ പുത്രസ്നേഹം കൊണ്ട് ഒരു വംശത്തെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്ത ധൃതരാഷ്ട്രയെ പോലെ മാണി വിരോധത്തിന്റെ പേരിൽ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടാമെന്ന് UDF അങ്ങ് തീരുമാനിച്ചു. അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ കാണുന്നത്. മാണിയെ സ്ഥാനത്തും അസ്ഥാനത്തും എതിർത്ത് തെറി പറഞ്ഞു നടക്കുന്ന ഒരുവനെയും മകളെയും അയാളുടെ സഹോദരനെയും അങ്ങനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഒടുവിൽ UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി. കാപ്പനും ജോസഫിനും ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ പണ്ടൊരിക്കൽ ആരോ പറഞ്ഞതുപോലെ കഴുകന്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്ന കുരുവികൾ മാത്രമാണ്. കോൺഗ്രസിന്റെ സ്ഥിതി അതല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ വാഴയ്ക്കന് മത്സരിക്കാനുള്ള സീറ്റാണ്. അതിനു മുന്നോടിയായിട്ടാണ് കാക്കയെ കാക്കയെ കാക്കയുടെ പാട്ട് എത്ര മനോഹരമാണെന്ന് വാഴയ്ക്കൻ കഴിഞ്ഞ ദിവസം പാടിയത്. ജോസ് കെ മാണിയെ പോലെ കൊള്ളാവുന്ന ഒരാളെ വാഴയ്ക്കൻ ഇതുവരെ കണ്ടിട്ടില്ലത്രേ. വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് ആരോ പാടിയതുപോലെ ജോസ് കെ മാണിയെ ആരും തിരിച്ചറിഞ്ഞില്ലെന്നാണ് വാഴയ്ക്കന്റെ വിലാപം. KM മാണിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് മുൾമുനയിൽ നിർത്തിയ കാലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുമായുള്ള പാലം വാഴയ്ക്കനായിരുന്നു. അന്ന് വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ കുതിരവട്ടം പറയുന്നത് പോലെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജോസ് കെ മാണിയെ മാസങ്ങളോളം എണ്ണ തേച്ച് വെയിലത്ത് നിർത്തി. സത്യത്തിൽ വാഴയ്ക്കൻ അപ്പോഴാണ് മനസ്സിലായത് ജോസ് കെ മാണി ഒരു പൊട്ടനാണെന്ന്. അതിനെ മാന്യതയായിട്ടാണ് വാഴയ്ക്കൻ ഇപ്പോൾ പറയുന്നത്. വാഴയ്ക്കൻ മനസ്സിലാക്കാതെ പോയത് വാക്കിന് വ്യവസ്ഥയുള്ളവനാണ് വാഴയ്ക്കൻ എന്ന് ജോസ് കെ മാണി തെറ്റിദ്ധരിച്ചുപോയി എന്നുള്ളത് മാത്രമാണ്. അറിയാവുന്ന പലരും ജോസിനെ അന്നേ ഉപദേശിച്ചതാണ് വാഴയ്ക്കനെ വിശ്വസിക്കരുതെന്ന്. അതുപോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. പാലായിൽ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാരെ കാരണം കാണിക്കൽ നോട്ടീസില്ലാതെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സത്യത്തിൽ അത് അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും നല്ലൊരു ആനുകൂല്യമാണ്. അടുത്ത ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അവരിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, ആർക്ക് വേണേലും വോട്ട് ചെയ്യാം. ഒരുത്തനും അവരുടെ മേൽ കുതിര കയറില്ല. മുൻ ഭരണകാലത്ത് കുടുംബ കൂട്ടായ്മക്കാരിൽ നിന്നും മാനസിക ആഘാതമേറ്റ വനിതാ പ്രതിനിധികൾക്ക് ഇനി കരഞ്ഞിറങ്ങേണ്ട സാഹചര്യമുണ്ടാവില്ല. ഒരുത്തൻ്റെ മുന്നിൽ ഒന്നിനും കെഞ്ചേണ്ടി വരില്ല. ഈ 4 പേരും വിപ്പ് ലംഘിച്ചു എന്നാണ് നാട്ടകം സുരേഷ് എന്ന മഹാൻ പറയുന്നത്. ലംഘിക്കാനായിട്ട് വിപ്പ് അവർക്ക് കൊടുക്കണ്ടേ? അവർ നാട്ടിലില്ലാതിരുന്ന സമയത്ത് തോരാമഴയത്ത് ഗേറ്റിലൊട്ടിച്ചിട്ട് പോയെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്, എവിടുത്തെ വിപ്പാണ്? അങ്ങനെയാണോ വിപ്പ് കൊടുക്കുന്നത്? അതൊരു പുതിയ ഏർപ്പാടാണെന്ന് തോന്നുന്നു. അതുപോട്ടെ, അങ്ങനെ ഒരു വിപ്പ് ലംഘിച്ചവർക്ക് ഒന്നുകൂടി വിപ്പ് ലംഘിക്കാനുള്ള അവസരം കൊടുത്തിട്ട് അവരെ പുറത്താക്കിയാൽ മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ കക്ഷത്തിലുള്ളത് കളയാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുന്ന പണിയാണ് ഇപ്പോൾ നാട്ടകം സുരേഷ് കാണിക്കുന്നത്. അതായത് പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ആൾക്ക്, അതായത് ദിയ ബിനു പുളിക്കണ്ടത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം കൃത്യമായി വിപ്പ് നൽകി അവരെ കുഴപ്പത്തിലാക്കാമായിരുന്നു. അത് കോൺഗ്രസിന് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ പശുവിന്റെ കടിയും മാറി, കാക്കയുടെ വിശപ്പും തീർന്നു. അതായത് 4 പേരെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇല്ലാതെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർക്കിനി എന്ത് തോന്നിവാസവും കാണിക്കാം. അവരടുത്ത ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. പ്രതിപക്ഷ സഹായത്തോടെ അവർ ജയിക്കുന്നു. അങ്ങനെ ഒരു രക്തരഹിത വിപ്ലവത്തോടെ പാലാ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. കോൺഗ്രസിന്റെ ബുദ്ധി കൊള്ളാം, അപാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കൂട്ടായ്മയുടെ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥി 3ാമത് പോയപ്പോൾ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചതാണ്
പക്ഷെ കാപ്പനും ഫ്രാൻസിസ് ജോർജിനും മാത്രം ഇതൊന്നും മനസ്സിലായില്ല. 25 ലക്ഷം രൂപയുടെ ആരോപണം ഈ 3 വാർഡുമായി ബന്ധപ്പെട്ട് ആ വാർഡിനെ നയിക്കുന്നവരുടെ പേരിൽ നിലനിൽപ്പുണ്ട്. കണ്ടാലും കൊണ്ടാലും ചിലർ പഠിക്കില്ലെന്ന് ചുരുക്കം. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. അവരത് കൃത്യമായി കണ്ട് പഠിച്ചു. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സണെ തങ്ങളായി പുറത്തു കളഞ്ഞുവെന്ന് വരുത്തരുതെന്ന് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. അവരത് ശാസ്ത്രീയമായി പരീക്ഷിച്ച് സാധിച്ചെടുത്തു. നാട്ടകം സുരേഷ് ഇത്തിരി വിഡ്ഢിവേഷം കിട്ടിയാൽ എന്താ, കാണാതായ ഫയലിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ആ ഫയൽ പുതിയ ഭരണക്കാർ കണ്ടെത്തും. അതോടെ ആ കഥ അടപടലം മറിയും. വാദി പ്രതിയാവും. പണ്ടിതേ മുനിസിപ്പാലിറ്റിയിലെ ഐപ്പാട് മോഷണം പോലെ കാത്തിരുന്ന് കാണാം.